എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാണ്ടിരുന്നത്. കമൻസിനും കുറേയൊക്കെ റിപ്ലൈ തരാനുണ്ട്, എനിക്കറിയാം, എല്ലാവർക്കും റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് ഇതുപോലത്തെ പൊട്ടിയിട്ടുള്ള ഗ്ലാസ് വെച്ചിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് ഐഡിയാസാണ്. അപ്പോൾ കുറേ പേരായിട്ട് എന്നോട് ചോദിക്കുന്ന ഐഡിയാസാണ് ഇത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഗ്ലാസ് ഉണ്ടായിരുന്നില്ല പൊട്ടിയത്, അതുകൊണ്ടാണ് ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ 2 പൊട്ടി. അപ്പോൾ പൊട്ടിയപ്പോൾ കുറച്ച് സങ്കടം തോന്നിയാലും നിങ്ങൾക്ക് ആ ഒരു ഐഡിയാസ് ഷെയർ ചെയ്യാലോ എന്നോർത്തപ്പോൾ കുറച്ചൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, കാരണം ഗ്ലാസ് പൊട്ടാത്ത ഒറ്റ വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ ഇനി പൊട്ടുമ്പോൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ പറയുന്നു, പൊട്ടിയ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി, അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. അതിൻ്റെ സൈഡിലൊക്കെ കൈ കൊണ്ടു കഴിഞ്ഞാൽ എന്തായാലും മുറിയും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഗം എടുക്കണം. ഞാനിവിടെ ഫെവിക്കോളാണ് എടുക്കുന്നത്. ഒരു 2 ഭാഗം ഫെവിക്കോളും 1 പാർട്ട് വെള്ളവും കൂടെ മിക്സ് ആക്കുക, അല്ലെങ്കിൽ പകുതിയും പകുതി ആയാലും കുഴപ്പമൊന്നുമില്ല. ഫെവിക്കോളിൻ്റെ അത്രയും തന്നെ അളവ് വെള്ളം. അങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ടുള്ള ഈ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ നമ്മുടെ ഈ ഗ്ലാസ്സിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ടിഷ്യൂവിന് പകരം ഏത് കനം കുറഞ്ഞിട്ടുള്ള പേപ്പറായാലും മതി. ഒന്നിങ്ങനെ ചുളിച്ച് കൊടുത്ത് ഒട്ടിക്കാനായിട്ട് നോക്കുക. പിന്നെ സൈഡിലൊക്കെ കുറച്ച് നന്നായിട്ട് തന്നെ കനത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ കൈ തട്ടുമ്പോൾ മുറിയില്ലേ, അത് പ്രത്യേകം മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ആദ്യം ഇതുപോലെ ആ ഒരു ഗമ്മിൻ്റെ പേസ്റ്റ് ഗ്ലാസ്സിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അവിടെ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ മുകളിലും കുറച്ച് ഗമ്മ് തേച്ച് കൊടുക്കണം. എന്നിട്ട് അത് ഉണങ്ങുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇതിൽ ഒട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ഗ്ലാസിൻ്റെ നമ്മൾ സൈഡിൽ മാത്രമേ ഇങ്ങനെ ടിഷ്യൂ കൊടുക്കണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത മോഡലിൽ ഇതും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് വേറെ രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കണേ, അതുകൊണ്ട് സൈഡിൽ മാത്രം ടിഷ്യൂ കൊടുക്കുക, അല്ലെങ്കിൽ സൈഡിൻ്റെ ആ ഒരു മൂർച്ച പോവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതിനും ആ ഒരു ഫെവിക്കോളും വെള്ളവും കൂടിയിട്ടുള്ള മിക്സ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ അടിച്ചിട്ടുള്ള 2 പൊട്ടിയ ഗ്ലാസ്സുകളും നമുക്ക് ഉണക്കാനായിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഉണങ്ങി കിട്ടാനായിട്ട്. ഒരു 3 മണിക്കൂറൊക്കെ എന്തായാലും പിടിക്കും. അപ്പോൾ നിങ്ങൾ നല്ല വെയിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ട് നമുക്ക് ഇനി പെയിൻറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിന് ബ്ലാക്ക് കളറും പിന്നെ മറ്റേതിനൊരു ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള പെയിൻറ്റ് ഏതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അക്രിലിക് കളർ നമുക്ക് ഇതിൽ അടിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 2 ഇപ്പോൾ ഏകദേശം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണങ്ങാൻ വയ്ക്കാം. എന്നിട്ട് ഞാൻ വേറൊരു ഗ്ലാസ്സും കൂടി എടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു അരിക് മാത്രം ലേശം പൊട്ടിപ്പോയിരിക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കിനി ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ ആ ചില്ലിൻ്റെ പൊടിയൊക്കെ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്ലാസ്സിലുള്ള വെള്ളത്തിലേക്ക് ആവില്ല. അപ്പോൾ എന്തായാലും അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത്ര കുറച്ചേ പൊട്ടിയിട്ടുള്ളൂ. എന്തായാലും അപ്പോൾ ഇതുകൂടെ ഞാനൊന്ന് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ 3D ലൈനർ വെച്ചിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം ചെറുതായിട്ടൊരു ബോർഡർ പോലെ എന്തെങ്കിലും വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു ലൈനറാണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. അത് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം നമുക്ക് നമ്മുടേതായ ഒരു ഐഡിയ അനുസരിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്ലാസ് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് വരച്ചെടുക്കാം കേട്ടോ. വെറുതെ ഒന്ന് റൗണ്ട് പോലെ ഞാൻ വരയ്ക്കുന്നേ ഉള്ളൂ.
ഇത് ഉണങ്ങിയ ശേഷം നമുക്ക് ഇതുപോലത്തെ ഗ്ലാസ് പെയിൻറ്റ് എടുത്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലൈനർ ഉണ്ട് കേട്ടോ, ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ബോർഡർ വരച്ച് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ വേറെ ലൈനർ വെച്ചാണ് വരച്ചത്. ഇതുപോലെയാണ് ആ ഒരു ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഉള്ളിലത്തെ പെയിൻറ്റുകൾ. നന്നായിട്ട് ഇങ്ങനെ ഒഴുകുന്ന രീതിയിലായിരിക്കും ഇത് ഉണ്ടാവുക. ഇതിൽ നിന്ന് കുറച്ചീശ് എടുത്തിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ഷേപ്പുകളില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക, അത്രയ്ക്കേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് നേരം പിടിച്ചുകൊണ്ടിരിക്കണം ഇത് ഉണങ്ങുന്ന വരെ. അതാണ് കുറച്ചൊരു പണി. അപ്പോൾ ഇതിങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന പോലെ ഉണ്ടാവും. നമ്മളിപ്പോൾ ബോർഡർ കൊടുത്തുകൊണ്ടാണ് അത് ഒഴുകി പോവാത്തത്, അല്ലെങ്കിൽ ഫുള്ള് പരക്കും. അപ്പോൾ നേരത്തെ നമ്മൾ ബ്ലാക്ക് അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസ്സാണ് ഇപ്പോൾ ചെയ്യണത്. അതിൽ ഞാനിപ്പോൾ മെറ്റാലിക് അക്രിലിക് കളറിൽ തന്നെ ഒലീവ് എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ട്. ഇതിന് പകരം ഗോൾഡൻ ഷെയ്ഡ് ആയാലും മതി. ഞാനിപ്പോൾ ഈ ഒരു ഒലീവ് കളറ് ഇതിൽ ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ്. വിരൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ബ്രഷ് വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, അപ്പോൾ ചെറിയൊരു ഷെയ്ഡ് മതി. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ബോർഡർ വരയ്ക്കാൻ ഉപയോഗിച്ച ആ ഒരു 3D ലൈനർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മുകൾ ഭാഗത്തും ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഗ്ലാസിൻ്റെ ബോർഡറിന് വല്ലാത്തൊരു മഞ്ഞ കളറുണ്ട്, അവിടെയും ഞാൻ ജസ്റ്റ് ഈ ഒരു കളർ തന്നെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലവർ വേസ് ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഷോ പീസായിട്ടും ക്യാൻഡിൽ സ്റ്റാൻഡായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഗ്ലാസ്സുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ മുന്തിരിയുടെ തണ്ട് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇത് കരിയില വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അത് നോക്കിയിട്ട് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ളതാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി അപ്പോൾ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി. എല്ലാവരും വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.